ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്കറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ വടക്കേ സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് വടക്കേ സ്റ്റാൻഡിലുള്ള ഞാൻ കളിച്ചു വളർന്ന കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനടുത്ത് നമ്മുടെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം കാണാനിടയായത്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വീഡിയോ ചെയ്യാനായി 25 രൂപയും കൊടുത്ത് ഇതിനുള്ളിലേക്ക് കടന്നെനിക്ക് നിരാശയാണ് ഫലം. കാരണം ക്യാമറ എന്ന് പറയുന്നത് ദാ ഇവിടം വരെയുള്ളൂ. ഇതിനുള്ളിൽ പഴയ രാജാക്കന്മാരുപയോഗിച്ച കുതിരവണ്ടി, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച മൺപാത്രങ്ങൾ, ലോഹത്തിൽ നിർമ്മിച്ച പാത്രങ്ങൾ, പിന്നെ അവരുടെ ആയുധങ്ങൾ, അവരുടെ നാണയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ രാജാക്കന്മാരുടെ വലിയ വലിയ ഛായാചിത്രങ്ങൾ, ഇതെല്ലാം അതിനുള്ളിലുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടില്ലെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം. അവരുപയോഗിച്ച കട്ടിലും കസേരയും എല്ലാം ഇതിനുള്ളിലുണ്ട്. ഞാൻ ഇതിനു മുൻപ് ചെയ്ത വീഡിയോ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ട, അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് പാത്രങ്ങളും ഒരുപാട് പഴയ സാധനങ്ങളും ഇതിനുള്ളിലാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവർ ഉപയോഗിച്ച രാജസിംഹാസനവും ആയുധങ്ങളും, അവരുടെ വലിയ ഛായാചിത്രങ്ങളും, അവർ നടന്നിട്ടുള്ള ഇടനാഴികളും, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. കാരണം ഇതെല്ലാം നമ്മുടെ മണ്ണിലാണല്ലോ എന്നോർത്ത്. പണ്ട് മരിച്ച് അടക്കം ചെയ്തതിന് മുകളിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ കുടക്കൽ എന്ന് പറയുന്നത്. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഒരെണ്ണം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നാൽ വലിയൊരു ഉദ്യാനമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല. കാരണം സ്കൂളുകളും കോളേജുകളും ഒന്നുമില്ല എന്നതാണ് ഇതിന് കാരണം. ഇതിനുള്ളിൽ വന്നാൽ കൂടുതലും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ആണ് ഞാൻ കാണാറുള്ളത്. നമ്മുടെ എല്ലാ കുട്ടികളെ നേരം കിട്ടുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് അവർക്കിതെല്ലാം കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
വടക്കേച്ചിറ എന്നു പേരുള്ള വലിയൊരു കുളമാണ് ഈ കാണുന്നത്. ഇതിനും ഈ കൊട്ടാരത്തിൻ്റെ പഴക്കം തന്നെയുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂന്ന് രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഈ ഉദ്യാനത്തിലുണ്ട്. അതാരൊക്കെയാണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ കൊട്ടാരത്തിനോട് വിട പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. വെയിലിന് നല്ല ചൂടുമുണ്ടായിരുന്നു. ഇത് വടക്കേച്ചിറ റോഡിൽ നിന്നും ഉള്ള കാഴ്ചയാണ്. അങ്ങനെ ചൂട് കൂടുതലായതുകൊണ്ടും നല്ല ദാഹമുണ്ടായിരുന്നതുകൊണ്ടും വടക്കേ സ്റ്റാൻഡിൽ നിന്നും ഒരു സോഡ സർബത്തും കുടിച്ച് അങ്ങനെ ഞാൻ തിരിച്ചുപോയി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സബ്സ്ക്രൈബിൻ്റെയും ലൈക്കിൻ്റെയും കമൻസുകളുടെയും എണ്ണം കൂടുന്നതാണ് എനിക്കുള്ള എനർജി എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ എണ്ണം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വീഡിയോസ് നന്നായിരിക്കും. അപ്പോഴെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.